വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു കൈ അകലത്തിൽ വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ശാലിനി. അന്നേരം താനിപ്പോൾ പിടിച്ചിരിക്കുന്ന ആ സ്ഥലമില്ലേ, ആ നെഞ്ചില്ലേ, നെഞ്ചിനകത്തൊരു ഹൃദയമുണ്ട്, അവിടുത്തെ സ്പന്ദനം തനിക്ക് എന്താണെന്ന് കേൾക്കാമോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് തന്നെ ശാലിനി പറയുന്നുണ്ട്, ശാലിനി എന്നാണ്, അതെനിക്ക് കേൾക്കാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചില്ലേ, പ്രീതിയുടെ കുഞ്ഞ്, സുസ്മിതയുടെ കല്യാണം, ഇനി നമ്മൾ 2 മുറികളിൽ ഉറങ്ങേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കവിളിലൂടെ ഇങ്ങനെ വിഷ്ണു വിരലൊടിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശാലിനി പുറകോട്ട് മാറുന്നുണ്ട്. അന്നേരം ഇനിയും എന്താന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, അതെ അതിന് മുഹൂർത്തം നോക്കണം എന്ന് ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് എപ്പോഴാണെന്നും പറഞ്ഞ് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. അതെ, പ്രീതിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനായിട്ട് മുഹൂർത്തം കുറിക്കാൻ ജ്യോത്സ്യം വരുന്നില്ലേ, അപ്പോൾ നമുക്ക് ഇതും കൂടി നോക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആകെ അങ്ങ് നിരാശനാവുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ആശ്വസിപ്പിച്ച് തലയിലൊക്കെ തലോടിക്കൊണ്ട് ശാലിനി പറയുന്നുണ്ട്, ഇത്രയും നാളും എന്തായാലും ക്ഷമിച്ചില്ലേ, ഇനി ഒരു രാത്രി കൂടി ക്ഷമിക്കുക, ഇപ്പോൾ സുന്ദരനായിട്ട് മോൻ പോയി കിടന്നുറങ്ങിക്കേ എന്നൊക്കെ പറഞ്ഞ് തോളിലൊക്കെ ഒരു തട്ട് കൊടുക്കുകയാണ്. അന്നേരം എങ്കിൽ അത് ആയിക്കോട്ടെ, എങ്കിലൊരു ഉമ്മയൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊന്നും പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രീതിയുടെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അന്നേരം വാവ കരയുന്നു എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ പോവാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കൈ പിടിച്ച് വീണ്ടും വിഷ്ണു പിടിച്ച് നിർത്തുകയാണ്. എന്നാലും ഒരു ഉമ്മയൊക്കെ എന്നും പറഞ്ഞിങ്ങനെ കെഞ്ചി ചോദിക്കുകയാണ്. അതൊക്കെ തരാം, ഒരു രാത്രി കൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് നിരാശനാവുന്നെങ്കിലും ശാലിനി അങ്ങനെ പറഞ്ഞതിലും ഒക്കെ സന്തോഷത്തിലാണ്. അങ്ങ് സ്നേഹത്തോടു കൂടി ശാലിനിയൊക്കെ നോക്കിയ ശേഷം അങ്ങ് അവിടെ ഇരിക്കുകയാണ്. സിറ്റൗട്ടിലേക്ക് ഇരുന്ന ശേഷം ഒരു രാത്രിയല്ലേ, വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശാരദാമ്മ പ്രീതിയുടെ കുഞ്ഞിന് വേണ്ടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിറങ്ങാൻ നേരം തിരുമേനിയെ കാണുകയാണ്. തുടർന്ന് രാമായണ പൂജയ്ക്ക് വന്ന തിരുമേനിയാണ്. അന്നേരം വിശേഷങ്ങളൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ മോള് പ്രസവിച്ചു, അന്ന് തിരുമേനി അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു പ്രീതി ഗർഭിണിയാണെന്ന്, പക്ഷേ സത്യാമ്മയെ അറിയിക്കാനായിട്ട് അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വിഷ്ണുമോൻ അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ധർമ്മരക്ഷ വേണ്ടി ചെറിയ കള്ളങ്ങളൊക്കെ പറയാം, അതിനൊന്നും തടസ്സമില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഇന്നലെ ബുധനാഴ്ചയല്ലേ, പൂയം നാളല്ലേ എന്ന് ശാരദാമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. കുഞ്ഞിൻ്റെ പെൺകുഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ശാരദാമ്മ ചോദിക്കുന്നത്. പക്ഷേ പൂയം നാള് അല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ തിരുമേനിയുടെ മുഖം അങ്ങ് ഒരു വിഷാദഭാവം വരികയാണ്. തുടർന്ന് തിരുമേനി ആലോചിക്കുന്നത്, അന്ന് രാമായണ പൂജയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഈ ദമ്പതികളിൽ ഒരാൾക്ക് വിരഹദുഃഖം അനുഭവപ്പെടേണ്ടി വരും, ഭാര്യ മരണത്തിൻ്റെ വക്ക് വരെ എത്തും എന്നൊക്കെ പറഞ്ഞ് തിരുമേനി ആകെ അങ്ങ് വിഷമിച്ച് വേറെങ്ങോ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ശാരദാമ്മ തിരുമേനിയുടെ ആ മ്ലാനമായിട്ടുള്ള മുഖഭാവം കാണുന്നില്ല. അതേസമയം ശാരദാമ്മ ആലോചിക്കുന്നത് ഗോപാലകൃഷ്ണൻ അന്ന് അവിടെ ഇരുന്ന് രാമായണം വായിച്ച അതൊക്കെയാണ്. തുടർന്ന് ആളിവിടെ ഉണ്ടോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോഴാണ് ആ ഒരു ഓർമ്മയിൽ നിന്നും തിരുമേനി ഇങ്ങനെ ഉണരുന്നത്. അന്നേരം ഇവിടെ രാമായണ മാസം കഴിഞ്ഞതോടുകൂടി ഇവിടെ നിന്നും പോയി, അധികം ആരോടും സംസാരിക്കില്ലായിരുന്നു, ആളിന് ചുമയൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞത്ത് കിടന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ശ്രീകോവിൽ അടച്ച ശേഷവും അവിടെ മണിക്കൂറുകളോളം നിൽക്കുമായിരുന്നു. ഒരു ചലനമോ പേശികളുടെ ചലനമോ ഒരു ചുണ്ടുകൾ ചലിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണീര് മാത്രം വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് ആളിന് ചുമയുണ്ടായിരുന്നു, അസുഖം ബാധിച്ചോ എന്തോ എന്നൊക്കെ തിരുമേനി പറയുമ്പോൾ ആ താലിയിൽ മുറുകെ പിടിക്കുകയാണ്. തുടർന്ന് എവിടെ ഉണ്ടായിരിക്കും ഇനി എന്ന് ഞാൻ അറിയാവുന്ന പൂജാരിമാരോടൊക്കെ അന്വേഷിച്ച് നോക്കട്ടെ, ആളിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ കാണും എന്നൊക്കെ തിരുമേനി പറയുകയാണ്. തുടർന്ന് അതൊന്നും വേണ്ട, ഐഹിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നവർക്ക് സന്യാസിയായി പോകാനല്ലേ ഉദ്ദേശിക്കുന്നത്, അവരെ ഓർമ്മകളിലൊന്നും വേട്ടയാടണ്ട, ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും ആ ഗോപാലകൃഷ്ണനെ കുറിച്ച് ഓർത്ത് ശാരദാമ്മ വിഷമിക്കുന്നുണ്ട്. അതിനോടകം ഇവിടെ നിന്ന് പോയ ശേഷം രാജേശ്വരിയുടെ വീട്ടിലും എത്തിയിട്ടില്ല എന്നും തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ചിത്രയും വസുമതിയും കൂടി അമ്പലത്തിലേക്ക് വരുന്നത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ വിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചിത്ര ചോദിക്കുകയാണ്. അന്നേരം വിശേഷം അറിഞ്ഞാലേ നീ വരികയുള്ളൂ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവർ ആ നടപ്പന്തലിലേക്ക് കയറുമ്പോൾ ശാരദാമ്മയെ കാണുകയാണ് ചിത്ര. അന്നേരം അമ്മയെ ശാരദാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അമ്പലമാകുമ്പോൾ പലരും വരും പോവും ഒക്കെ ചെയ്യും, നീ അതൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് ശാരദാമ്മയെ മൈൻഡ് ചെയ്യാതെ ചിത്രയും കൂട്ടി വസുമതി അങ്ങ് കടന്നു പോകാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി ശാരദാമ്മ വസുമതിയോട് പറയുക,
പറയുകയാണ് വസുമതി പ്രീതി പ്രസവിച്ചു പെൺകുഞ്ഞാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു വസുമതി നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകാം. വസുമതി ശാരദാമ്മയുടെ മുഖത്ത് നോക്കാതെ ചിത്രയോടായിട്ട് പറയുകയാണ്, ചിത്രയെ നമ്മുടെ വീട്ടിലെ പട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞുതരാ, ആണോ പെണ്ണോ എന്ന് നോക്കിയിട്ടില്ല എന്ന്. എന്നിട്ട് വാടിയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചിത്രയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. തുടർന്ന് അമ്പലത്തിനകത്തേക്ക് കയറുന്ന വസുമതി തിരുമേനിയോട് ഒരു ജന്മനക്ഷത്ര പൂജ ചെയ്യണം എന്ന് പറയുകയാണ്. തുടർന്ന് തിരുമേനി നാള് ചോദിക്കുമ്പോൾ പൂയം എന്ന് പറയുന്നുണ്ട്, പെൺകുട്ടി എന്നും പറയുകയാണ്. അന്നേരം പേര് ചോദിക്കുമ്പോൾ പേര് ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ചിത്ര. തുടർന്ന് തിരുമേനി വസുമതി ഒന്ന് നോക്കിയിട്ട് ബഹുകൃത വേഷം എന്നിങ്ങനെ പറഞ്ഞിട്ട് പൂജ ചെയ്യാനായിട്ട് അങ്ങ് പോവുകയാണ്. തുടർന്ന് ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് നോക്കി കണ്ണടച്ച് വസുമതി പ്രാർത്ഥിക്കുകയാണ്. ഹേമലതയുടെ ഇടപെടൽ കാരണം എൻ്റെ കൊച്ചുമോളെ എനിക്കൊന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല ദേവി ഉണ്ടാകണേ തുണയായിട്ട്, നിന്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ തുണയായിട്ട് ദേവി ഉണ്ടാകണേ എന്നും പറഞ്ഞ് വസുമതി ഒരു വിഷാദ ഭാവത്തിൽ മനമുരുകി അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ചിത്ര. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ സെറ്റിയിൽ കിടന്നുറങ്ങുകയാണ് സുസ്മിത. അങ്ങനെ ഉറക്കത്തിൽ പിച്ചും പേയുമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാമോ? ഈ സുസ്മിതയെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. UK ജോലി ചെയ്യുന്ന രാജശേഖരൻ്റെയും സള്ളയുടെയും മോളാണ്, ഞാനാണ് സുസ്മിത എന്നൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ പിച്ചും പേയും പറഞ്ഞിരിക്കുമ്പോൾ പൊന്നി വരികയാണ്. അതെ എന്നും പറഞ്ഞിങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തെ എൻ്റെ ശരീരത്ത് തൊടട്ടാലും നീ വിവരം അറിയും എന്നൊക്കെ പറയുമ്പോൾ അതെ എഴുന്നേൽക്കെന്നും പറഞ്ഞ് ഒന്നുകൂടി പൊന്നി കുലുക്കി വിളിക്കുമ്പോൾ UK വിസ വന്നോ എന്നും പറഞ്ഞിങ്ങനെ ചാടി എഴുന്നേറ്റ് ഇരിക്കുകയാണ്. അന്നേരം പൊന്നി കളിയാക്കുന്നുണ്ട്. അതെ വന്നുല്ലോ, പുറത്ത് നിൽപ്പുണ്ട്, ഞാനൊരു കസേര ഇട്ട് കൊടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പൊന്നി തിരിച്ച് കളിയാക്കുന്നുണ്ട്. അന്നേരം നീ ആയിരുന്നോ, കണി കണ്ടത് നിന്നെയാണ്, ഇന്നത്തെ ദിവസം പോയി കിട്ടി, നീ പോയൊരു ബെഡ് കോഫി കൊണ്ടുവന്ന് ഇങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം പൊന്നി പറയുകയാണ്, അത് പറയാനാണ് ഞാനും വന്നത്, ആൾക്കാരൊക്കെ ഇന്നിപ്പോൾ വന്നു തുടങ്ങും, എനിക്ക് അടുക്കളയിൽ കൈസഹായത്തിന് ആരുമല്ല, നീ വന്നേന്ന് വിളിക്കുകയാണ്. തുടർന്ന് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും പ്രീതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത്. കൂടെ അർജുനുമുണ്ട്. കുഞ്ഞ് നന്നായിട്ട് കരയുന്നുണ്ട്. ആ കരച്ചിൽ ശബ്ദം കേട്ട് സുസ്മിതയ്ക്ക് അങ്ങോട്ട് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുകയാണ്. സുസ്മിത പറയുന്നുണ്ട്, രാവിലെ തുടങ്ങിയ അസത്ത്, ഇന്നലെ ഇതിൻ്റെ കരച്ചിൽ കാരണം ഒരുപോലെ കണ്ണടയ്ക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല, ദേ തുടങ്ങി, അതിൻ്റെ ഇടയിലാണ് ഇവളൊരു കൈസഹായം, ഒന്ന് പോടിയെന്ന് പൊന്നിയോട് പറയുകയാണ്. അന്നേരം സത്യാമ്മ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടിക്കീറി അടുപ്പത്ത് വെക്കും എന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. തുടർന്ന് കുഞ്ഞാണെങ്കിൽ ആകെ കരച്ചിലാണ്, നിർത്താതെ കരയുന്നുണ്ട്. അതേസമയം രാഘവൻ നായരും സത്യഭാമയും ഒക്കെ വരികയാണ്. എന്താ കുഞ്ഞ് കരയുന്നത് എന്താണെന്നും പറഞ്ഞ്. അന്നേരം ഇന്നലെ രാത്രി മുതൽ ഞെട്ടി ഉണർന്ന് കരയുന്നതാണ്, ഇതുവരെ കരച്ചിൽ നിർത്തിയില്ല എന്ന് പ്രീതി പറയുമ്പോൾ ഇനി വയ്യായിക വല്ലതും ഉണ്ടോ എന്ന് അർജുനും അന്വേഷിക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കാൻ എന്ന മട്ടിൽ സുസ്മിത ഓടിപ്പോയി കുഞ്ഞിനെ വാങ്ങുകയാണ്. കുഞ്ഞിനെ ഇങ്ങി തന്നെ, ആൻറ്റിയെ കാണാത്തത് കൊണ്ട് കരയുകയായിരിക്കും എന്നും പറഞ്ഞ് പ്രീതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് വാങ്ങുകയാണ്. പക്ഷേ അർജുൻ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് സെറ്റിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആൻറ്റി ഇവിടെ ഉണ്ട്, എന്നെ കാണാത്തതുകൊണ്ട് കരയുന്നതായിരിക്കും, ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കിക്കുകയും ഒക്കെ എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കാനായിട്ടാണ് അങ്ങനെ ഒരു സന്ദർഭം സുസ്മിത ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. ഇത് കണ്ട് എല്ലാവർക്കും വിഷമം വരികയാണ്. തുടർന്ന് സത്യഭാമ കുഞ്ഞിനെ അങ്ങ് വാങ്ങുകയാണ്. നീ ഇങ്ങോട്ട് തന്നെ, കുഞ്ഞിനെ വെറുതെ ഇട്ട് കരയിപ്പിക്കാതെ എന്ന്. അന്നേരം സത്യഭാമയുടെ കയ്യിലിരുന്നിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം വിത്ത് ഗുണം കാണിക്കാതെ ഇരിക്കുമോ അസത്ത് എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് രാഘവൻ നായർ പറയുമ്പോൾ രാഘവൻ നായരുടെ അടുത്തേക്ക് ഭാമ ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ കൊഞ്ചിച്ചിട്ടും അവർ ശബ്ദമുണ്ടാക്കി ഇങ്ങോട്ട് നോക്കിക്ക് മോളെ, സുന്ദരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞങ്ങ് കണ്ണടച്ചു പിടിച്ച് കരയുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ശാലിനിയും ഇറങ്ങി വരുന്നുണ്ട്. അതിന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, ഇവളെന്താ നിർത്താതെ കരയുന്നത്, ഇങ്ങി തന്നേന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാങ്ങുകയാണ്. അന്നേരം എൻ്റെ മുത്ത്, അമ്മാവൻ്റെ മുത്ത് എവിടെ, പൊന്നുമോളെ കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് താരാട്ടുപാടുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്താതെ കാരണം വിഷ്ണു അങ്ങ് ആകെ നിരാശപ്പെട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുകയാണ്, ഇവള് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എന്ന്. അന്നേരം അതുവരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശാലിനി വിഷ്ണുവേട്ടാ കുഞ്ഞിനെ ഇങ്ങ് തന്നേന്നും പറഞ്ഞ് ശാലിനി കുഞ്ഞിനെ വാങ്ങുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് താരാട്ട് പാട്ടൊക്കെ പാടി കുഞ്ഞിനോടങ്ങ് സംസാരിക്കുകയാണ്. പൊന്നെന്തിനാ കരയുന്നത്, അതേ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈവച്ചിൽ ഇങ്ങനെ ആട്ടുകയാണ്. അന്നേരം കുഞ്ഞ് ചെറുതായിട്ട് കരച്ചിൽ കുറഞ്ഞു വരികയാണ്. അന്നേരം വിഷ്ണു എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് കുഞ്ഞാ വിരളൊക്കെ ഉറിഞ്ച് അങ്ങ് ഉറങ്ങുകയാണ്. അമ്മ ഇതെന്തും മാജിക്കാണ് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവേട്ട അതേ അവൾ കരച്ചിൽ നിർത്തിയെന്നും പറഞ്ഞ് ഭാമയ്ക്ക് സന്തോഷമാകുകയാണ്. അന്നേരം ശാലിനി എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നതിലും അസൂയ
അസൂയപ്പെടുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, അതങ്ങനെയാണ്, കുഞ്ഞുങ്ങൾക്ക് ചില പ്രത്യേക കഴിവുണ്ട്, അവർക്ക് വിശ്വാസമുള്ളവരുടെ ഒരു സ്പർശനം കൊണ്ടുപോലും അവരുടെ വേവലാതിയൊക്കെ മാറും, പേടിപ്പെട്ട് കരയുമ്പോഴും ഇങ്ങനെ വിശ്വാസമുള്ളവരുടെ ഒരു ശബ്ദം കേട്ടാൽ വരെ അവർക്ക് ആശ്വാസമാകും എന്നിങ്ങനെ പറയുകയാണ്. അത് ശാലിനിയെ പുകഴ്ത്തി പറയുമ്പോൾ സത്യഭാമ അത് ആ പക്ഷം പിടിച്ച് ചേർത്തങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇത്രയും നേരം എല്ലാവരുടെയും കൈകളിലായിരുന്നില്ലേ, പിന്നെ ഉറങ്ങിയ ശേഷം പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പേടിച്ചതാകാം, ഇപ്പോൾ അവർക്ക് വിശ്വാസം അമ്മയുടെ ചൂട് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ എല്ലാവരും അങ്ങ് കൊഞ്ചിക്കുകയാണ് കുഞ്ഞിനെ. അന്നേരം ഇനി കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേന്ന് ഭാമ ചോദിക്കുമ്പോൾ ഇനി എൻ്റെ മുത്തിന് പള്ളി നീരാട്ട് എന്നിങ്ങനെ പ്രീതി പറയുകയാണ്. തുടർന്ന് പ്രീതിയും ശാലിനിയും ചേർന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ്. ശാലിനി ഇങ്ങനെ കാല് നീട്ടി വെച്ച് ആ കാലുകളിലേക്ക് കുഞ്ഞിനെ കിടത്തി കുളിപ്പിക്കുകയാണ്. പ്രീതിയാണ് കുളിപ്പിക്കുന്നത്. മുറ്റത്തിരുത്തിയാണ് ഇങ്ങനെ ഒരു സീൻ. അടുത്ത് സത്യഭാമ കസേരയിട്ട് ഇരിപ്പുണ്ട്. വീൽ ചെയറിൽ രാഘവൻ നായർ, പൊന്നി, രമണംപിള്ള, അർജുൻ, വിഷ്ണു ആണെങ്കിൽ ജീപ്പിൻ്റെ മുകളിൽ കയറി ആ ബോണറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവിടേക്ക് സുസ്മിതയുമുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ വെള്ളം കുഴിച്ച് കുളിപ്പിക്കുന്നതും സോപ്പ് തേക്കുന്നതും അങ്ങനെയുള്ളൊരു സീനാണ്. എല്ലാവരുടെയും മുഖത്ത് വലിയൊരു സന്തോഷമാണ്. ഒരു 1-2 മിനിറ്റ് ഒരു പാട്ട് സീനോട് കൂടിയാണ് ആ സീൻ കാണിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം നിൽക്കുമ്പോൾ സുസ്മിതയുടെ മുഖം മാത്രം വീർപ്പിച്ച് വെട്ടിയ പോലെ ഇരിക്കുകയാണ്. ഇവരാരും ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുന്ന പോലെയാണോ എന്നും പറഞ്ഞ് നെറ്റിയൊക്കെ ചുളിച്ച് സുസ്മിത നിൽപ്പുണ്ട് അവിടെ. തുടർന്ന് അങ്ങനെ മുത്തിൻ്റെ കുളി കഴിഞ്ഞു എന്ന് ഭാമ പറയുകയാണ് അവസാനം കുളിച്ച് തോർത്തിയ ശേഷം. തുടർന്ന് കുഞ്ഞിനെ ശാലിനി ഒരുക്കുകയാണ്. അങ്ങനെ ശാലിനി കുഞ്ഞിനെ ഒരുക്കുന്നതും പൊട്ടുതൊടിയിക്കുന്നതും ഒക്കെ വിഷ്ണു അങ്ങ് നോക്കിയിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി. അന്നേരം അവൾ ചിരിക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അർജുനും എല്ലാവരും ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് അവൾക്ക് ഉറക്കം വരുന്നു എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് പ്രീതി ഏൽപ്പിക്കുമ്പോൾ പ്രീതി കുഞ്ഞിനെയും കൊണ്ട് അങ്ങനത്തെ റൂമിലേക്ക് പോവുകയാണ്. അന്നേരം പോകുന്നോ ബൈ ബൈ എന്നൊക്കെ വിഷ്ണു ടാറ്റയൊക്കെ കാണിച്ച് പറയുകയാണ്. തുടർന്ന് നാളെ തന്നെയല്ലേ നൂലുകെട്ട് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതേ വ്യാഴാഴ്ചയാണ് നല്ല ദിവസം എന്നല്ലേ തിരുമേനി പറഞ്ഞത്, അപ്പോൾ ആളുകളെയൊക്കെ ക്ഷണിച്ചു തുടങ്ങാമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം വസുമതിയോട് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, പറയേണ്ടത് സാമാന്യ മര്യാദയാണ്, നൂലുകെട്ടിനെങ്കിലും ക്ഷണിക്കണം, വസുമതി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഞാൻ പോയി ക്ഷണിക്കാം എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അർജുൻ പറയുകയാണ്, വെറുതെ എന്തിനാണ് നമ്മൾ കാശ് കൊടുത്ത് മാനക്കേട് വിലയ്ക്ക് വാങ്ങുന്നത്, അമ്മ അവിടെ ചെന്നാലും ആട്ടി വിടത്തേ ഉള്ളൂ, അമ്മയ്ക്ക് ഇപ്പോഴും തെക്കങ്കൂർ കോവിലവുമായിട്ടുള്ള ബന്ധത്തിനാണ് താല്പര്യം, പിന്നെ ആ ഗുണ്ടാസ്ത്രീയായ ഹേമലതയെ പേടിയും എന്നിങ്ങനെ പറയുമ്പോൾ എന്തോ ആലോചിക്കുകയാണ് സുസ്മിത, അതിലിനി എന്തോ പ്ലാൻ ചെയ്യുകയായിരിക്കും. അന്നേരം സത്യഭാമ പോയി ക്ഷണിക്കാമെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത് വേണ്ട സത്യാമേ, വസുമതി ആൻറ്റി അറിയാഞ്ഞിട്ടൊന്നുമല്ല, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അമ്മ പറഞ്ഞിരുന്നു പ്രീതി പ്രസവിച്ചു എന്ന്, അന്നേരം മുഖത്തടിച്ച പോലെയുള്ള മറുപടി ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ആൻറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ഭാമ പറയുകയാണ്, അത് ശാലിനി പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് ശാലിനി പറഞ്ഞു എന്ന്. അന്നേരം ശാലിനിയുടെ മുഖം അങ്ങ് ചിരിച്ച് ശാലിനി ഇങ്ങനെ ഓടക്കണ്ടിട്ട് വിഷ്ണുവിനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണുവും ആ സംഭവം മനസ്സിലായ രീതിയിൽ ഇങ്ങനെ കളിയാക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നില്ല ഇനി ശാലിനി എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലേ കാണിക്കുകയുള്ളൂ. അതോടുകൂടി അത് അവസാനിക്കുകയാണ്. തിരിച്ച് രോഹിത്തിൻ്റെ കൂടെ പോകുന്ന കാര്യമോ വേറെ വല്ലതും ആയിരിക്കും. സുസ്മിതയ്ക്ക് വീണ്ടും പണികൾ എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുസ്മിത ഇനി ഈയിടയ്ക്കൊന്നും വിജയിക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഫുള്ള് കേൾക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.